റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിൽ കാലുകുത്തിയതോടെ പ്രഹരമേറ്റിരിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഉപരോധ രാഷ്ട്രീയത്തെയും സൈനിക ഭീഷണികളെയും വല്ലാതെ വെല്ലുവിളിച്ചുകൊണ്ട് വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങും കൈകോർക്കുമ്പോൾ തകരുന്നത് ഒരൊറ്റ ധ്രുവത്തിൽ അധിഷ്ഠിതമായ ലോകക്രമം തന്നെ. ഇത്രയും കാലം അമേരിക്കൻ ഡോളറിന്റെയും സൈനിക ശക്തിയുടെയും സ്വാധീനത്തിലായിരുന്ന ആഗോള ഭൗമരാഷ്ട്രീയം ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും പുതിയ മഹാസഖ്യത്തിന് മുൻപിൽ വഴിമാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റഷ്യ ചൈന സൗഹൃദ ഉടമ്പടിയുടെ 25ാം വാർഷിക വേളയിൽ നടക്കുന്ന പുടിന്റെ ഈ സന്ദർശനം വാഷിംഗ്ടണിന്റെ മേധാവിത്വത്തിന് മേലേൽക്കുന്ന കനത്ത പ്രഹരം തന്നെ. ലോകം വീണ്ടും ഒരു ബഹുധ്രുവ ലോകക്രമം കെട്ടിപ്പടുക്കാൻ മുൻപോട്ട് പോകുമ്പോൾ അമേരിക്കയുടെ വഞ്ചനാപരമായ നീക്കങ്ങളെയും നയതന്ത്ര ഭീഷണികളെയും അപ്രസക്തമാക്കിക്കൊണ്ട് റഷ്യയും ചൈനയും തമ്മിൽ രൂപപ്പെടുന്ന ഈ സഖ്യം ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സംഭവിക്കാൻ പോകുന്നത് വാഷിംഗ്ടണിന് നോക്കി നിൽക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ചൈന റഷ്യ കൂട്ടുകെട്ട് നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നുവെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. വാഷിംഗ്ടണിന്റെ ആഗോള അപ്രമാദത്തിന് മേൽ റഷ്യയും ചൈനയും ചേർന്ന് നടത്തുന്ന ഏറ്റവും ശക്തവും വളരെ തന്ത്രപരവുമായ പ്രഹരമാണ് ബീജിംഗിൽ ഇപ്പോൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഉപരോധ രാഷ്ട്രീയത്തെയും സൈനിക ഭീഷണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൈകോർക്കുമ്പോൾ തകർന്നു പോകുന്നത് ഒരൊറ്റ ധ്രുവത്തിൽ അധിഷ്ഠിതമായ ലോകക്രമം തന്നെയാണ്. റഷ്യ ചൈന സൗഹൃദ ഉടമ്പടിയുടെ 25ാം വാർഷിക വേളയിൽ നടക്കുന്ന പുടിന്റെ ഈ 2 ദിവസത്തെ സന്ദർശനം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബീജിംഗ് സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് എന്നത് പാശ്ചാത്യ ചേരിയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്കപ്പുറം അമേരിക്കയുടെ ആഗോള സാമ്പത്തിക സൈനിക തന്ത്രങ്ങളുടെ കസേര തെറിപ്പിക്കുന്ന 40ഓളം വമ്പൻ കരാറുകളാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് ഇവിടെ ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ മഹാസഖ്യത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് അടിപതറുമെന്ന യാഥാർത്ഥ്യം അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുകളെയും ചൈന എന്ന സാമ്പത്തിക വൻ ശക്തിയുടെ തുണയോടെയാണ് റഷ്യ അതിജീവിച്ചത്. കഴിഞ്ഞ വർഷം മാത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $230 ബില്യൺ എന്ന എക്കാലത്തെയും ഉയർന്ന റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ ഡോളർ സ്വാധീനത്തെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങളെയും സഖ്യകക്ഷികളെ അടിച്ചമർത്താൻ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അതിനെ പൂർണ്ണമായും അപ്രസക്തമാക്കുന്നതാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള ഈ പുതിയ ഡീലുകൾ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആഗോള ഊർജ്ജ വിപണിയിലെ തടസ്സങ്ങളും മിഡിൽ ഈസ്റ്റിലെ കടുത്ത അസ്ഥിരതകളും നിലനിൽക്കുമ്പോൾ ചൈനയ്ക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും തടസ്സമില്ലാതെ നൽകാൻ റഷ്യക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഊർജ്ജ പങ്കാളിത്തം അമേരിക്കയുടെ മധ്യപൂർവേഷ്യൻ നയങ്ങളുടെ പരാജയം കൂടിയാണ് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. ഉയർന്ന പണപ്പെരുപ്പോ ബജറ്റ് കമ്മിറ്റിയും ബിസിനസ് തകർച്ചയും നേരിടുന്ന റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചൈനയുമായുള്ള ഈ വമ്പൻ കരാറുകൾ വലിയൊരു ജീവശ്വാസം തന്നെയാണ് നൽകുന്നത്. ഉക്രൈൻ യുദ്ധത്തിലൂടെ റഷ്യയെ സാമ്പത്തികമായി തകർക്കാമെന്ന അമേരിക്കയുടെയും നാറ്റോ സഖ്യത്തിന്റെയും മോഹങ്ങൾക്കാണ് ചൈന ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. നേരിട്ട് സൈനിക സഹായം നൽകുന്നു എന്ന പാശ്ചാത്യ ആരോപണങ്ങളെ ചൈന തള്ളിക്കളയുമ്പോഴും റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി നൽകിയും അതുപോലെ സാങ്കേതിക വിദ്യ കൈമാറിയും ചൈന നടത്തുന്ന തന്ത്രപരമായ ഇടപെടലുകൾ റഷ്യൻ സൈനിക വ്യൂഹത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്ന കാര്യം കൂടി ഇവിടെ പറയട്ടെ. ഉക്രൈൻ യുദ്ധം ചൈനയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പുമായി ചില സങ്കീർണതകൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും റഷ്യയുമായുള്ള തങ്ങളുടെ ബന്ധം ഉപേക്ഷിക്കാൻ ബീജിംഗ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകക്രമത്തിന് ചരമഗീതം കുറിച്ചുകൊണ്ട് ഒരു ബഹുധ്രുവ ലോകം കെട്ടിപ്പടുക്കുക എന്നതാണ് പുടിന്റെയും ഷീ ജിൻപിങ്ങിന്റെയും പരസ്യമായ ലക്ഷ്യമെന്ന് അവർ പറയാതെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ വിദേശ നയങ്ങളെയും അതുപോലെ സൈനിക ഇടപെടലുകളെയും കടുത്ത ഭാഷയിൽ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ലോകം വീണ്ടും ഒരു കാട്ടുനീതിയിലേക്ക് തിരിച്ചു പോകരുത് എന്നതാണ് ഇരു നേതാക്കളും ഒന്നിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടുക്കുകയും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാര്യവുമില്ലാതെ ഇടപെടുകയും ചെയ്യുന്ന അമേരിക്കൻ ശൈലിക്കെതിരെ ഈ 2 വൻ ശക്തികൾ ഒന്നിക്കുന്നത് വാഷിംഗ്ടണിന്റെ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. റഷ്യയുടെ മേലുള്ള ചൈനയുടെ സ്വാധീനവും ഈ ബന്ധത്തിലൂടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഭീഷണികളെയും ഉപരോധങ്ങളെയും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ചേർന്ന് രൂപീകരിക്കുന്ന ഈ പുതിയ സാമ്പത്തിക സൈനിക അച്ചുതണ്ട് ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് എനിക്ക് പറയാനുള്ളത്. തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങളെ സാമ്പത്തികമായി തകർക്കാമെന്ന അമേരിക്കൻ അഹങ്കാരത്തിന് മേൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്ന ഈ 40 കരാറുകൾ കനത്ത പ്രഹരം തന്നെ ഏൽപ്പിക്കും. അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന്റെ അസ്തമയത്തിന് ഈ വമ്പൻ ഡീലുകൾ വഴി തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട.
റഷ്യയും ചൈനയും തമ്മിൽ നാൾക്കുനാൾ ദൃഢമായി കൊണ്ടിരിക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തവും സാമ്പത്തിക സഹകരണവും ആഗോള ഭൗമരാഷ്ട്രീയ ഭൂപടത്തെ തന്നെ പുനർനിർണയിക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. പാശ്ചാത്യ ഉപരോധങ്ങളും ആഗോള അസ്ഥിരതകളും സൃഷ്ടിക്കുന്ന കടുത്ത ബാഹ്യ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും മുൻപോട്ട് പോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു വൻശക്തി അച്ചുതണ്ടിന്റെ ഉദയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അമേരിക്കൻ അപ്രമാദിത്വം അവസാനിച്ചു എന്ന് തന്നെയാണ് ഈ രണ്ടുപേരും നമ്മളോട് പറയുന്നത്. ഒരു ബഹുധ്രുവ ലോകം, അതായത് മൾട്ടി പോളാർ വേൾഡ് കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യയും ചൈനയും കൈകോർക്കുമ്പോൾ അത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പരമ്പരാഗത ആഗോള ക്രമത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് ദശകങ്ങളുടെ പഴക്കവും സങ്കീർണതകളും ഉണ്ട്. ശീതയുദ്ധകാലത്ത് ഒരേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പങ്കുവച്ചിരുന്നിട്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യയശാസ്ത്രപരമായും അതിർത്തി സംബന്ധമായും കടുത്ത ഭിന്നതകളാണ് നിലനിന്നിരുന്നത്. എന്നാൽ 90കളുടെ അവസാനത്തോടെ ഈ ബന്ധത്തിൽ കാതലായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ സൗഹൃദ ഉടമ്പടി ഈ പുതിയ സൗഹൃദത്തിന് ശക്തമായ അടിത്തറയിട്ടു. പരസ്പരമുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുകയും അതുപോലെ സാമ്പത്തിക സൈനിക മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഭൂതകാല വിദ്വേഷങ്ങൾ മറന്ന് തന്ത്രപരമായ പങ്കാളികളായി മാറുകയാണ്. ഈ ആധുനിക സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തി ഊർജ മേഖലയിലെ സഹകരണമാണ്. നിലവിലെ ആഗോള സാഹചര്യത്തിൽ റഷ്യയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും സാമ്പത്തിക പങ്കാളിയുമായി ചൈന മാറിയിട്ടുണ്ട്. ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ആ വിടവ് നികത്തിയത് ചൈനയാണ് എന്നത് ഓർക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ ഉപഭോക്താക്കളായിട്ടുള്ള ചൈനയ്ക്ക് തടസ്സമില്ലാതെ കുറഞ്ഞ നിരക്കിൽ ഇന്ധനം നൽകാൻ റഷ്യക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാമ്പത്തിക പരസ്പര വിശ്വാസം പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്കും വഹിച്ചു. കഴിഞ്ഞ കുറച്ചു കാലമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം റെക്കോർഡ് നിരക്കിലാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഉക്രൈൻ യുദ്ധം ഈ സഖ്യത്തിലെ ഏറ്റവും സങ്കീർണവും സംവേദനാത്മകവുമായ ഒരു ഘടകം തന്നെയാണ് എന്ന് കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ചൈന പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല എങ്കിലും അതിനെ തള്ളി പറയാനും ബീജിംഗ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ഓർക്കണം. റഷ്യക്ക് നേരിട്ട് സൈനിക സഹായം നൽകുന്നുവെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം ചൈന ശക്തമായി മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള തങ്ങളുടെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ വഷളാകാതെ സൂക്ഷിക്കുന്നതിനൊപ്പം റഷ്യയെ കൈവിടാതിരിക്കുക എന്ന കഠിനമായ ഒരു നയതന്ത്ര സന്തുലിതാവസ്ഥയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ബാലൻസിംഗ് ആക്ട് ആണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം റഷ്യക്ക് ആഗോളതലത്തിൽ സഖ്യകക്ഷികളുടെ എണ്ണം കുറച്ചപ്പോൾ ചൈനയ്ക്ക് റഷ്യക്ക് മേലുള്ള സ്വാധീനവും നിയന്ത്രണവും വർദ്ധിപ്പിക്കാൻ സാധിച്ചെന്നതുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കണം. അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിനും ഏകധ്രുവ ലോകക്രമത്തിനുമെതിരെയുള്ള ശക്തമായ പ്രതിരോധമാണ് റഷ്യ ചൈന ബന്ധത്തിന്റെ ആത്മാവ് പോലും. അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉപരോധങ്ങളെയും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വാഷിംഗ്ടൺ ആയുധമാക്കുന്നു എന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേ അഭിപ്രായമാണ് ഇപ്പോഴും ഉള്ളത്. പരസ്പര വിശ്വാസത്തിലും അതുപോലെ തന്നെ പരമാധികാരത്തോടുള്ള ബഹുമാനത്തിലും അധിഷ്ഠിതമായിക്കൊണ്ടുള്ള ഒരു പുതിയ ലോകക്രമം ഇവർ വിഭാവനം ചെയ്യുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര വേദികളിലും UN സുരക്ഷാ കൗൺസിലിലും അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ബാഹ്യമായ കടുത്ത വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും റഷ്യ ചൈന ബന്ധം കൂടുതൽ ശക്തവും അനിവാര്യവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി പറയണം. വരും നാളുകളിൽ പരസ്പരമുള്ള ആശ്രയത്വം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് വൻ ശക്തികൾ മുൻപോട്ട് പോകുമ്പോൾ അത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പാശ്ചാത്യ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ആഗോള ഭൗമരാഷ്ട്രീയ ചരിത്രം എഴുതി ചേർക്കുകയാണ് റഷ്യയും ചൈനയും എന്നാണ് എനിക്കിതിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് എന്തായാലും കമന്റ് ആയിട്ട് എഴുതണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കും. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതാണ്. നന്ദി.